നമുക്ക് കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് കല്യാണി മുറിയിലെ ജനലിന്റെ അടുത്ത് പോയി അങ്ങനെ ഗംഗാപ്രസാദിനെ കുഴിച്ചു മൂടിയിരിക്കുന്നിടത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേ കിരൺ വന്നിട്ട് ചോ, നീ എന്താ നോക്കിയെന്ന് നിൽക്കുന്നേ? ഇനിയിപ്പൊ നോക്കുവൊന്നും വേണ്ട. തെങ്ങിന് നല്ല ഒന്നാന്തരം വളവ് ഇട്ടിരിക്കണേന്ന് പറഞ്ഞു. തെങ്ങ് തഴച്ചു വളർന്നോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, കിരണേട്ടാ, ആ പോയ CI വെറുതെ ഇരിക്കുന്നു കിരണേട്ടൻ തോന്നുന്നുണ്ടോ? ഞാൻ അയാളെ കുറിച്ച് അന്വേഷിച്ച് കല്യാണി, മാർട്ടിന് അയാള് കഴിവുള്ളൊരു ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഇനിയിപ്പൊ അയാള് നമ്മളെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരത്തില്ല, നമ്മളെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കത്തുള്ളൂ. അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അയാളെ പെൺഡ്രൈവ് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അതിനകത്ത് കല്യാണ സമയത്ത് കിരണേട്ടന് ഞങ്ങളുടെ കൂടെ ഇല്ലതാനും. അപ്പൊ തന്നെ അയാൾക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കിരൺ പറഞ്ഞു, വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം, ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, ഇനിയിപ്പം അയാൾക്ക് സംശയം തോന്നി അയാൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗംഗാപ്രസാദിനെ കുഴിച്ചിട്ട് മാന്തുവോ, അങ്ങനെ മാന്തി പിന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവൂലേ, വലിയ വാർത്തയാവൂലേ, മീഡിയക്കാരൊക്കെ അറിയില്ലേന്ന് ചോദിച്ചു. നിനക്കിപ്പോ ഇതാണോ കല്യാണി പ്രധാനം? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്റെ അമ്മയെ കൊന്നവനാണ് ഈ പറയുന്നത് ഗംഗാപ്രസാദ്. നിന്റെ അമ്മയ്ക്ക് ആത്മശാന്തി കിട്ടണം നീ എപ്പോഴും പറയില്ലായിരുന്നോ? നിന്റെ അമ്മയ്ക്ക് ശാന്തി കിട്ടിയെന്ന് തന്നെ കൂട്ടിയാൽ മതി. പിന്നെ അവനെ പോലുള്ള ഒരുത്തനെ കൊന്നതിന്റെ പേരിൽ ജയിലിൽ പോയി കിടക്കാനും ഞാൻ ഒരുക്കമാണ്. അതൊന്നും ഓർത്തിട്ട് എനിക്കൊരു പേടിയില്ല. പിന്നെ മീഡിയക്കാരൊക്കെ എഴുതി പിടിപ്പിക്കുന്ന വേറൊന്നും ആയിരിക്കില്ല. ആ ക്രൂരനായ കൊലയാളിയായ ഗംഗാപ്രസാദിനെ കിരൺ തീർത്തെന്നായിരിക്കും, അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ എന്ത് വന്നാലും നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദർശിനെയും അതുപോലെ തന്നെ മൂർത്തി മുത്തശ്ശനെയൊക്കെ രക്ഷിച്ച നവീൻ വക്കീലുണ്ടല്ലോ, വക്കീൽ നമുക്ക് വേണ്ടി ഹാജരാകുമല്ലോ എന്ന് പറഞ്ഞു. ദേ കിരണേട്ടാ, സ്റ്റെഫിയുടെ കാര്യം അറിയാലോ. സ്റ്റെഫി ജയിലിൽ നിന്ന് പരോളിന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉടനെ ചെയ്ത കാര്യം എന്താ? ഗംഗാപ്രസാദിനെ കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുകയല്ലേ ചെയ്തേ. ഈ പറയുന്ന ഗംഗയെ പലതവണ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെന്നൈ വെച്ച്, ആ സമയത്തൊക്കെ അവനെ ഇറക്കാനായിട്ട് പ്രഗത്ഭനായ വക്കീലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ചിലപ്പം സ്റ്റെഫി അവരെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ നവീന് പറ്റുമോ എന്ന് ചോദിച്ചു. കിരൺ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല, സാരമില്ല, എന്തേലും ആട്ടെ. ശരി, നീ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതിനെക്കുറിച്ച് ആരോടും പറയാൻ പോണ്ട. ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വട്ടെ, അച്ഛനോട് സംസാരിക്കട്ടെ. ഇതിന്റെ പേരില് വേലുവിന്റെയും രതീഷിനൊന്നും കുരുതി കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല. എന്ത് വന്നാലും ഞാനത് ഏറ്റെടുക്കുക തന്നെ ചെയ്യുന്നു പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ കിരണിനെ കാണാനായിട്ട് ചന്ദ്രസേനൻ വന്നു. അങ്ങനെ ചന്ദ്രസേനൻ വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് കിരണിനോട് ചന്ദ്രസേനൻ പറഞ്ഞു, ഞാൻ അയാളെ കുറിച്ച് അന്വേഷിച്ചു, ആ CI മാർട്ടിനെ കുറിച്ച്. അയാൾ നല്ല കഴിവുള്ളൊരു പോലീസുകാരനാ. ഇങ്ങനെയുള്ള പരാതിയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ അതിന്റെ പിന്നാലെ പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്ന് ശ്രമിച്ചു, ഒരു പക്ഷേങ്കിൽ അയാൾക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടല്ലോ, ഒരുപക്ഷെ അവരെ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ പിന്നെ ഞാൻ ഓർത്തു, അത് ബുദ്ധിമോശമാണ് കാണിക്കുന്നത്. അങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് സംശയവും കാര്യങ്ങളൊക്കെ തോന്നില്ലേ, അത് വേണ്ടാന്ന് വെച്ചു. കിരൺ പറഞ്ഞു, അച്ഛാ, വരുന്നിടത്ത് വെച്ച് കാണാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇടയ്ക്കിരണേ, ഇപ്പൊ 1-2 വട്ടം അയാള് നിന്നെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നില്ലേ? ഇനിയിപ്പോ അയാൾ വരുന്ന ഒരുപക്ഷെ എല്ലാ തെളിവുകളോടും കൂടിയിട്ട് നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ ഒരു നീക്കമായിരിക്കും അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത്. ആ സമയം കിരൺ പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും ശരിയച്ചാ, അവനെപ്പോലുള്ള ക്രൂരനായ ഒരുത്തനെ ഞാൻ തീർത്തില്ലേ, എനിക്ക് അതിൽ സന്തോഷമുള്ളൂ. അവനെപ്പോലെ ഒരുത്തനെ തീർത്തിട്ട് ജയിലിൽ പോയി കിടക്കാൻ ഞാൻ ഒരുക്കുക. പിന്നെ കല്യാണി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞു. അറിഞ്ഞെന്ന് എങ്ങനെ? അല്ലെങ്കിൽ തന്നെ അവൾക്ക് സംശയം ഉണ്ടായിരുന്നു, ആ തെങ്ങ് അവിടെ നിൽക്കുന്നതുകൊണ്ട്. കഴിഞ്ഞ ദിവസം അവൾ എന്നെ ചോദ്യം ചെയ്തു, എനിക്ക് സത്യങ്ങളൊക്കെ വിളിച്ചു പറയേണ്ടതായിട്ട് വന്നു. അത് മാത്രമല്ല, ആ CI മാർട്ടിൻ ഇങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുമല്ലേ, അതൊക്കെ അവള് സംശയം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ സ്റ്റെഫി പരാതി കൊടുത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ. അത് കേട്ടപ്പം ചന്ദ്രസേനൻ പറഞ്ഞു, അതേടാ, അതുകൊണ്ടാ ഒരു കാര്യം ചെയ്യണം, ഇനി നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇത്രയും നാളും ഗംഗാപ്രസാദിനെ നിനക്ക് പേടിച്ചാൽ മതിയായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സ്റ്റെഫിയുടെ കൂട്ടിലുണ്ട്. ഗംഗാപ്രസാദ് ഭൂമിയിലില്ലെന്ന് അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നീയാന്നറിഞ്ഞ അവരുടെ ഒന്നാമത്തെ ടാർഗറ്റ് നീയായിരിക്കും. നിന്നെ ഇല്ലാതാക്കാനായിട്ടായിരിക്കും അവര് വരുന്നത്, നിന്നെ മാത്രമല്ല ചിലപ്പോൾ കല്യാണിയെ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുന്നല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കിരൺ പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛാ, ആ കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രസേനൻ പറഞ്ഞു, എടാ, ഇനിയിപ്പൊ പോലീസ് പിടികൂടുവാണെങ്കിലും നിന്നെ പുറത്തിറക്കാനായിട്ട് ദേ അനന്തമൂർത്തിയുടെ കൊച്ചുമോനെ രക്ഷിച്ച നവീൻ വക്കീലുണ്ടല്ലോ, നീ ധൈര്യമായിട്ടിരിക്കുക. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യം വെച്ചാ, അതിനെക്കുറിച്ച് ഞാൻ കല്യാണോട് സംസാരിച്ച. പിന്നെ ഇങ്ങനത്തെ കേസും കൂട്ടമൊക്കെ ഒഴിവായി പോയാൽ മതിയായിരുന്നു. അതിനോടാ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു. ഇങ്ങനെ പിന്നാലെ നടക്കാനൊന്നും എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. ചന്ദ്രസേനൻ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ അയാൾ വന്നിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ചന്ദ്രസേനൻ അങ്ങോട്ടേക്ക് പോകുന്നത്.
ഇതേ സമയത്ത് CA മാർട്ടിൻ ആ പെൺഡ്രൈവിലുള്ള കല്യാണ വിഷ്വൽസും ഒക്കെ കാണുവാണ്. അങ്ങനെ അതൊക്കെ നോക്കുന്ന സമയത്ത് CA മാർട്ടിന്റെ മനസ്സിലേക്ക് ചില സംശയങ്ങളുണ്ട്. വേലും അതുപോലെ രതീഷും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കിരണും വരുന്നുണ്ട്. അവരങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഈ സമയത്തൊക്കെ അവരുടെ മുഖത്തൊരു പതർച്ചയും കാര്യങ്ങളുണ്ട്. എന്തായിരിക്കും അത്? അവരെന്തോ കാര്യം നടത്തിയിട്ട് വരുന്ന പോലെ തോന്നുന്നുണ്ട്. അവരുടെ മുഖത്തെ പതർച്ച കണ്ടാൽ തന്നെ അത് വ്യക്തമാണ്. CA മാർട്ടിൻ ഇങ്ങനെ തലപോഞ്ഞ് ആലോചിക്കുക. എന്തൊക്കെയോ പങ്കുണ്ട് ഗംഗയുടെ തിരോധനമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് ഇപ്പൊ കല്യാണി ഓഫീസിലേക്ക് വരുവാണ്. വന്നു കഴിയുമ്പോൾ കിരൺ ഭയങ്കര ആലോചനയില്ല. കല്യാണി ചോദിച്ചു, എന്താ കിരണേട്ട എന്താ ആലോചിക്കണേ? കേസിനെ കുറിച്ചാണോന്ന് ചോദിച്ചു. അത് പിന്നെ ഞാന് അച്ഛനെ കാണാൻ പോയിട്ട് കണ്ടായിരുന്നോ? അച്ഛനെ കണ്ട അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴൊന്നും ചെയ്യണ്ടെന്ന് അച്ഛൻ പറയണേ. എന്തായാലും കേസ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തട്ടെ. ആ CA മാർട്ടിൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നേ. അയാള് ഈ കേസ് തെളിയിക്കുള്ളെന്നുള്ള രീതിയാ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ ഇതുപോലെ വലിയ ക്രൂരത ചെയ്യുന്ന കൊലയാളികളൊക്കെ വെടിവെച്ച് കൊല്ലാറുണ്ട്. ഇവിടെ എന്താ കിരണേട്ട അങ്ങനെയൊക്കെ നടപ്പാക്കാത്തെ? കിരൺ പറഞ്ഞു, അത് ഇവിടെ ഇതുവരെയായിട്ട് നടപ്പാക്കിയിട്ടില്ല. അതൊക്കെ വേണമെന്നാ ഞാനും പറയണേ. ഇവനെ പോലെ ഒരു ദുഷ്ടനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ CA മാർട്ടിൻ അല്ലായിരുന്നെങ്കിൽ വേറെ ആരാണെങ്കിലും ഈ കേസ് എഴുതി തള്ളിയാണെന്ന് പറഞ്ഞു. കാരണം അവൻ അത്രയ്ക്കൊരു ദുഷ്ടനാണല്ലോ. പക്ഷെ മാർട്ടിൻ അങ്ങനെയല്ല. പുള്ളിക്കാരനെ ആർക്കും സ്വാധീനിക്കാനും പെട്ടെന്നും പറ്റത്തില്ല. നേരെ നേരെ പോകുന്നുള്ള പ്രകൃതക്കാരനാണ്. അല്ല, അച്ഛനെ എന്ത് പറഞ്ഞു എന്നിട്ട്? സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ആ സ്റ്റെഫി വെറുതെ ഇരിക്കില്ല. ഗംഗാപ്രസാദിനെ തീർത്ത് ഞാനാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെഫി പിന്നാലെ വരുമെന്ന് പറഞ്ഞു. സ്റ്റെഫിയുടെ കാര്യമൊന്നും ഓർത്തിട്ട് എനിക്ക് ഒരു പേടിയില്ല കിരണേട്ട. പക്ഷേങ്കിലുണ്ടല്ലോ, എനിക്ക് ആകെപ്പാടി പേടിയെന്ന് പറഞ്ഞാൽ ആ CA മാർട്ടിന് ഇനി എന്തുവന്ന് പറയും. ചിലപ്പോൾ ഇനിയിപ്പോൾ അയാൾക്ക് സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി കാണും. ആ പെൺഡ്രൈവിലെ വിഷ്വൽസ് കണ്ടാൽ അറിയാലോ. അതിനകത്ത് താലി കിട്ടുന്ന സമയത്തൊക്കെ കിരണേട്ടനൊന്നും ഇല്ലല്ലോ. കിരൺ പറഞ്ഞു, ശരിയാ, അത് മതി അയാൾക്ക് സത്യങ്ങളെ കണ്ടെത്താനായിട്ട്. പക്ഷെ ഒരു കാരണവശാലും ഞാൻ വേലുവിനെ അതുപോലെ രതീഷിനൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പോകുന്നില്ല. പിന്നെ ഇനിയിപ്പം CA മാർട്ടിൻ വീണ്ടും വന്ന് ചോദ്യം ചെയ്യുവാണെങ്കിൽ അവരെയൊക്കെ അറിയിക്കണം. വേലുവിനെയൊക്കെ കാര്യങ്ങൾ അറിയിക്കണം. ഒരു കാരണവശാലും അവരോട് പിടുത്തം കൊടുക്കില്ലെന്നും പറയണം. എല്ലാം ഞാൻ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാ. എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിരുന്നോട്ടെ. അവർക്കൊന്നും ഒരു കാരണവശാലും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് കല്യാണി പറഞ്ഞു, കിരണേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. എന്തിന്? നമുക്ക് പ്രഗത്ഭനായ ഒരു വക്കീലിനെ വെക്കാന്നേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ടിരിക്കണം. എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് കല്യാണി ചോദിച്ചു, അല്ല സരിയോ വന്നിട്ടില്ലെന്ന് ചോദിച്ചു. അവളുണ്ട് അവിടെ. ഇപ്പൊ 24 മണിക്കൂറെന്ന് പറഞ്ഞിട്ട് കമ്പനിയില്ല, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എന്നാ ശരി, ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വട്ടെ. എന്നോടുള്ള ദേഷ്യം ചിലപ്പോൾ അവൾക്ക് തീർത്ത് കാണത്തില്ല. അതുകൊണ്ട് ഒന്ന് കണ്ടു വരാമെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് സരുവിന്റെ ക്യാബിനിലേക്ക് വരുവാണ് കല്യാണി. ആ സമയം സരു കല്യാണിയെ നോക്കി. അപ്പോഴേക്കും കല്യാണി ചോദിച്ചു, സരു നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് ചോദിച്ചു. എന്തിന്? അല്ല, ഞാനന്നങ്ങനെയൊക്കെ ചെയ്തേലേ, അത് മനഃപൂർവ്വം ചെയ്തതല്ല. മനോഹർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കൊണ്ട് കാണിക്കാനായിട്ട് ഒരുങ്ങിയതാ. എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് സരയെ പറഞ്ഞു, ഞാൻ അതൊക്കെ മറന്നു കഴിഞ്ഞെന്ന് പറഞ്ഞു. ഈ സമയം കല്യാണി പറഞ്ഞു, കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാർത്തിയച്ചിയുടെ കല്യാണമൊക്കെ ആയി ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ നിന്നോട് നേരത്തെ ഒന്ന് സോറിയൊക്കെ പറഞ്ഞാണെന്ന് പറഞ്ഞു. ആ സമയം സരി ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, നീ ഇവിടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് കിരണേട്ടൻ പറഞ്ഞായിരുന്നു. നീ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ശമ്പളം മാത്രമല്ല, നിനക്കറിയാലോ, ഇവിടുത്തെ കമ്പനിയിലെ ജീവനക്കാർക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി കിരണേട്ടൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിനക്കും കിട്ടുമെന്ന് പറഞ്ഞു. നീ ആ കാര്യത്തിൽ വിഷമിക്കൊന്നും വേണ്ട. അതോടൊപ്പം തന്നെ കൺമണി മോളുടെ പേരിൽ പ്രത്യേക ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അതിനകത്തൊക്കെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാണ്ട് തുടങ്ങിയിട്ടുണ്ട് കിരണേട്ടന്. അപ്പോഴേക്കും സരയോ മനസ്സിൽ പറഞ്ഞു, അത് നീ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാടി. എൻ്റെ കിരൺ എൻ്റെ മോൾക്ക് വേണ്ടി എന്തും ചെയ്യും, നിനക്കെന്തറിയാ എന്നൊക്കെ ഇങ്ങനെ സരയോ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് കല്യാണി പറഞ്ഞു, അതെ, മുമ്പത്തെ കാര്യമൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കാനായിട്ട്. നല്ലൊരു കാര്യം തന്നെയായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ സരയ പറഞ്ഞു, ഇപ്പം എനിക്ക് സന്തോഷ സമാധാനമുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ മോളെ കാണണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പോയി കാണുകയും ചെയ്യാമല്ലോ. തൽക്കാലത്തേക്ക് അവൾ അവരോടൊപ്പം നിന്നാൽ മാത്രം മതി. അച്ഛനും അമ്മയോടും കൂടെ നിന്നാൽ മതി. പിന്നെ എനിക്ക് എൻ്റെ അമ്മയുണ്ടല്ലോ, അമ്മയോടൊപ്പം ഞാൻ നിന്നോളാം എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞു, അല്ല നിനക്ക് നിന്റെ മോളോടൊപ്പം നിൽക്കാൻ ആഗ്രഹമില്ലേ? ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പം കിരണിൻ്റെ അച്ഛനും അമ്മയല്ലേ നോക്കണേ. അവർ നോക്കട്ടെ, അവർ നന്നായിട്ട് നോക്കുമെന്ന് എനിക്കറിയാം. ഞാൻ നോക്കുന്നേക്കാളും കാര്യമായിട്ട് നോക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, അത് ശരിയാ, അവർ നന്നായിട്ട് തന്നെയാണ് നോക്കണത്. പിന്നെ അന്നത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് നിന്റെ അടുത്തേക്ക് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു.
ഇത് കേട്ടപ്പോൾ സരയു പറഞ്ഞു, ഇത് പറഞ്ഞ കാര്യമല്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ടെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, എന്താവശ്യം ഉണ്ടെങ്കിലും നീ എന്നോട് പറയാൻ പഠിക്കരുത്, ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. നിന്റെ ഏത് സഹായത്തിനും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ശരി എന്നൊക്കെ സരയു പറയണം. പിന്നീട് കല്യാണി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സരയു മനസ്സിൽ പറഞ്ഞു, എടി ഇപ്പം ഞാൻ ശ്രമിക്കുന്നേ കിരണിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. നീ ചതിയിലൂടെ അവനെ സ്വന്തമാക്കി, പക്ഷെ എനിക്ക് അവനെ വേണം, ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ പ്രയത്നത്തിലാന്നൊക്കെ പറയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ CI മാർട്ടിന് ഓഡിറ്റോറിയത്തിലേക്ക് വരുവാണ്. കാർത്തികയുടെ ദിലീപിന്റെ കല്യാണം കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ. അപ്പോഴേക്കും അവിടുത്തെ മാനേജർ സജീവം വന്നിട്ട് ചോദിച്ചു, എന്താ സാറേ എന്തേലും സഹായം വേണോന്ന് ചോദിച്ചു. തൻ്റെ ചില സഹായങ്ങളൊക്കെ വേണ്ടി വരും. അല്ല സാറേ, മുമ്പ് CCTV ദൃശ്യങ്ങൾ കൊണ്ടുപോയിട്ടോ. അതിനകത്തുനിന്ന് ചില പൊട്ടും പൊടികളൊക്കെ കിട്ടി. പക്ഷേ എനിക്ക് ഇവിടേക്കൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. സെർച്ച് ചെയ്യണം? അതെ, ഓഡിറ്റോറിയത്തിനകത്തും പുറത്തൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. അല്ല, ഇതിനകത്ത് പ്രത്യേക പല മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സ്റ്റോർ റൂമൊക്കെ ഉണ്ട് സാറേ. എങ്കിൽ വാ, കാണിച്ചു തരാൻ പറയണ. അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. അകത്തേക്കുണ്ട്, അവിടെയൊക്കെ നോക്കുവാണ്. പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അല്ല, ഈ സ്റ്റോർ റൂം എവിടെയാന്ന് വെച്ചു. അതപ്പുറത്തുണ്ട് സാറെന്ന് പറയണ. എങ്കിൽ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറയണ. അങ്ങനെ CI സജീവൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്ത് കിരൺ എന്ത് ചെയ്തു? ഗംഗാപ്രസാദിനെ അടക്കിയ ആ ഒരു സ്ഥലത്ത്, ആ മണ്ണിട്ട് മൂടിയ ആ സ്ഥലത്ത് വന്ന് ഇങ്ങനെ ആ തെങ്ങിലേക്ക് നോക്കി നിൽക്കുകയാണ്. അതിന് മുകളിലൊരു തെങ്ങും വെച്ചിട്ടുണ്ടല്ലോ, അവനെ കുഴിച്ചു മൂടിയിട്ട്. അങ്ങനെ അവിടെ ഒന്നിങ്ങനെ കിരണ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു.